ഹായ് ഗായ്സ്, ഒരു പുതിയ ചാലഞ്ചിൻ്റെ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഞാനൊരു പുതിയ റീഡിംഗ് ചലഞ്ച് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ആഴ്ച തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്തുന്ന പിന്നെ വീഡിയോ ഇട്ടേക്കാണ്. അതായത് ആഴ്ചയിലൊരു ദിവസം കുറച്ച് മണിക്കൂർ നമുക്ക് ഫ്രീ ഉള്ളപ്പോൾ നമ്മളൊരു ബുക്ക് വായിട്ടിരിക്കുക ആൻഡ് സ്ട്രെയിറ്റ് നമ്മൾ ആ ബുക്ക് വായിച്ച് തീർക്കാം. ഇത്രയേ ഉള്ളൂ ചലഞ്ച്. ആൻഡ് നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യണം. ആൻഡ് ഒരു ഫുൾ ഇയർ ചെയ്യുമ്പോഴേക്കും നമ്മളൊരു കൊല്ലം നമ്മൾ 52 ബുക്ക് വായിച്ച് കഴിയുന്നതാണ്. ബിക്കോസ് ദർ ആർ 52 വീക്സ്. പക്ഷേ ഞാനിത് കഴിഞ്ഞ ആഴ്ചയാണ് തുടങ്ങിയത്. അതായത് ജാനുവരി 2nd വീക്ക് തുടങ്ങുമ്പോൾ എനിക്ക് ആദ്യത്തെ 2 ആഴ്ച മിസ്സായി. സോ എനിക്ക് ഇനി 50 ബുക്ക് വായിച്ചെടുക്കാൻ പറ്റും. സോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 49 ബുക്ക് അങ്ങനെ. സോ ഞാൻ ആലോചിച്ചപ്പോൾ ഇത് നല്ലൊരു കോൺസെപ്റ്റാണ്. അതായത് നമ്മളൊരു കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മൾ 50 ബുക്ക് വായിച്ച് കഴിയും. 50 ബുക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പർ അല്ലല്ലോ. ആൻഡ് ഈ ആഴ്ചയിൽ ഒരു ദിവസം ഇരിക്കുമ്പോഴല്ലാതെ എനിക്ക് വേറെ ബുക്കുകളും വായിക്കാം. സോ അത് കൂടുകയോ കുറയോ എത്ര നമ്പർ വരുമോ നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് നോ മാറ്റർ ഹൗ മെനി ബുക്സ് ദാറ്റ് ഇസ്, ഈ സാധനം ഈ 50 ബുക്ക് എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്ത് കഴിയുകയും ചെയ്യും. സോ ഞാൻ ഓർത്തു വീഡിയോ ഇടാം. സോ വേറെ ആർക്കെങ്കിലും ഈ ഐഡിയ നല്ലതായിട്ട് തോന്നുന്നെങ്കിൽ അവർക്കും കൂടെ കൂടാം. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് ചെയ്യാൻ പോവാണ്. ഞാൻ പറയുന്ന സ്ഥിതിക്ക് ഞാനിത് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് ഇത് ഞാനിപ്പോൾ എനിക്ക് തന്നെ സത്യം പറഞ്ഞ വീഡിയോ ഇടുന്നത് ഇപ്പോൾ എനിക്ക് തന്നെ പണിഷ്മെൻറ്റ് കൊടുക്കുന്ന പോലെയാണ്. നീ ഇത് ചെയ്തേ പറ്റുള്ളൂ, ഇതിവിടെ കിടപ്പുണ്ട്, സോ ചെയ്യണം, അല്ലെങ്കിൽ നാണക്കേടാണ്, അല്ലെങ്കിൽ ചെയ്തേ പറ്റുള്ളൂ, പറഞ്ഞതല്ലേ ചെയ്യുമെന്ന്, ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് പറയുന്നത് എന്നെ തന്നെ ഞാനിങ്ങനെ എന്ന് പറയുന്ന ഒരു സാധനമാണ്. സോ സിമ്പിൾ സാധനമല്ലേ, എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര ആനാന ബുക്കൊന്നും എടുക്കണമെന്നില്ല. ഒരു ചെറിയ ബുക്ക് എടുത്താൽ മതി. ഒരു 150 പേജ് 200 പേജ് ബുക്ക് എടുത്താൽ നമുക്ക് സുഖമായിട്ട് ഒരു 2 മണിക്കൂറിലൊക്കെ തീർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ എന്ന് വെച്ചാൽ നിങ്ങൾ ഇരുന്നങ്ങ് വായിച്ചോ. ആൻഡ് ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഒരു മന്ത്ലി ഒരു ഫുൾ ഡേ, ആഴ്ചയിൽ 4 ദിവസം ഓഫുണ്ടെങ്കിൽ ഒരു ദിവസം ബുക്ക് വായിക്കാൻ മാത്രമായിട്ട് കൊടുക്കുന്ന പോലത്തെ ദിവസങ്ങൾ വെച്ചുകൂടെ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ബിക്കോസ് ഐ ഫീൽ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വായനയിൽ കുറച്ച് ബാക്കിലേക്ക് പോയതുപോലെ. ആൻഡ് നമുക്ക് എന്തെങ്കിലും സാധനം നമ്മൾ ബാക്കിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ചലഞ്ചസ്, നമുക്ക് തന്നെ ടാസ്ക് കൊടുത്ത് നമ്മളെ പുഷ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പുഷ് ചെയ്യാൻ വേറെ ആരും വരില്ല, നമ്മൾ തന്നെ തള്ളി വിട്ടേ പറ്റുള്ളൂ. സോ അങ്ങനെ പല പല ഐഡിയാസും എൻ്റെ മനസ്സിലുണ്ട്. ഇതിൽ ഏതൊക്കെ പ്രാക്ടിക്കൽ ആവും നമുക്കറിയില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ എം ഗോയിങ് ടു സ്റ്റിക്ക് ഓൺ ടു. ആൻഡ് എനിക്കിനി സമയമില്ല എന്നുള്ള എക്സ്ക്യൂസാണ് പലവരും പല കാര്യങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും പറയാറ്. ആൻഡ് ഐ ഫീൽ ആഴ്ചയിൽ ഒരു 2-3 മണിക്കൂർ മാറ്റി വെക്കാൻ പോലും പറ്റാത്ത വിധം തിരക്ക് നമുക്ക് ആർക്കുമില്ല. നമുക്കെല്ലാവർക്കും അവധി ദിവസങ്ങളുണ്ട്. ഇപ്പോൾ പഠിക്കുന്നൊരു കൊച്ചാണെങ്കിൽ ആ കൊച്ചിന് വീക്കെൻഡ്സോ അല്ലെങ്കിൽ സൺഡേ മാത്രമോ ഉണ്ടാവും. വർക്ക് ചെയ്യുന്ന ആൾക്കാണെങ്കിലും അതെ, ആഴ്ചയിൽ 7 ദിവസവും പണിയെടുക്കുന്ന ആൾക്കാരില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ അല്ലാത്തവർ ആണ് ഭൂരിഭാഗം പേരും. ആൻഡ് ഇപ്പോൾ എനിക്കെന്നൊക്കെ വെച്ചാൽ ഞാൻ ആഴ്ചയിൽ 6 ദിവസം പണിയെടുക്കുന്നതാണ്. സോ 7ാമത്തെ ദിവസം എനിക്കുണ്ട്. ആ 7ാമത്തെ ദിവസം ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഞാൻ മാറ്റി വെക്കണം. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇത് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ സമയമില്ല, അതില്ല, ഇതില്ല എന്ന് പറഞ്ഞ് എക്സ്ക്യൂസൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ കാലത്തും അതൊക്കെ പറഞ്ഞിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ എത്രയേ ഉള്ളൂ ഗൈസ്, ഇത് നമുക്ക് ചെയ്യാം.